പോലീസ് മർദ്ദനം ക്രൂരമായി അടിച്ചൊതുക്കുക എന്നത് ഇടതു സർക്കാരിന്റെ നയമല്ല. പോലീസ് സേനയിലെ ചിലർ ഇത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നെങ്കിൽ നിയമപരമായി നീങ്ങുമെന്ന് എം.വി. ജയരാജൻ പറഞ്ഞു. എല്ലാത്തിനും നടപടിക്രമങ്ങൾ ഉണ്ട്. ഈ സർക്കാർ അതുകൊണ്ടാണ് 114 പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് പുറത്താക്കിയത്. ആർക്കെതിരെ മർദ്ദനമുണ്ടായാലും നടപടി ഉണ്ടാവണം. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാകുമെന്നും ജയരാജൻ പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പോലീസ് നയം ജനങ്ങളെ ക്രൂരമായി അടിച്ചൊതുക്കുന്ന പോലീസ് നയമല്ല. EMSന്റെ സർക്കാർ 1957 അംഗീകരിച്ചതാണ് തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല. ആ നയം തന്നെയാണ് ഇടതുപക്ഷം തുടരുന്നത്. എന്നാൽ സർക്കാരിന്റെ നയം പോലീസ് സേനയിലെ ചിലർ അത് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നിയമപരമായ നടപടികളിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ് ശരിയായ കാഴ്ചപ്പാട്. പോലീസ് തെറ്റ് ചെയ്യേണ്ട ഒന്നല്ല, ശരി ചെയ്യേണ്ട സേനയാണ്. തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ തെറ്റിന്റെ ലഘുഗുരുത്വം നോക്കി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുക എന്നതാണ് ഇക്കാലം അത്രയും ഇടതുപക്ഷ ഗവൺമെന്റുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് 114 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പുറത്താക്കിയത്. അത് കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇല്ലാത്തതാണ്. ഒറ്റപ്പെട്ട 1 2 ഒക്കെ ഉണ്ടായേക്കും. അപ്പൊ തെറ്റ് ചെയ്യുന്നവർക്ക് പോലീസ് സേനയിൽ സംരക്ഷണം നൽകില്ല. അതാണ് സർക്കാരിന്റെ നയം. അതുതന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികൾ. മുൻകാലങ്ങളിൽ അടക്കം നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള പരാതികൾ ഇപ്പോഴാണ് ഉയർന്നു വരുന്നത്. അതിന്മേൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. നേതാക്കളടക്കം ഈ മർദ്ദനത്തിന് ഇരയാവുന്നു. കുടുംബം പരാതി ചെയ്തു. സജീവമായി CPIയുടെ പ്രവർത്തകനായവരുടെ മരണത്തിനടക്കം ഈ മർദ്ദനം കാരണമായി നടക്കുന്ന പരാതികളുണ്ട്. അതിൽ പോലും ഒരു നടപടി ഉണ്ടാകുന്നില്ല. പരാതിയിൽ ഇപ്പോഴും ആക്ഷനിൽ ഒരു മൊഴി പോലും എടുക്കാൻ പോലീസ് സന്നദ്ധരാവാത്ത സാഹചര്യമുണ്ട്. അതിലെല്ലാം അന്വേഷണം നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണം നടത്തി വസ്തുത എന്താണോ ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുക്കുക. അത് DYFI ആണോ യൂത്ത് കോൺഗ്രസ് ആണോ എന്ന വ്യത്യാസം ഗവൺമെന്റിന്